അല്ല, സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ മാഷ് പിന്നെ എന്തിനാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? ഇപ്പം ഈ പറഞ്ഞതിൽ രണ്ടുമുണ്ട്, ഒരു വൈരുദ്ധ്യമുണ്ട്. ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. അത് കുറ്റവാളികളാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പുള്ളിക്ക് എങ്ങനെ അറിയാം? അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? ഇത് എസ്റ്റിമേറ്റ് ആണ് എന്ന് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? കോടതിയാണ് പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞതിനെ പറ്റിയായിരുന്നല്ലോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വർത്തമാനം. ഹൈക്കോടതിയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ യാതൊരു പങ്കുമില്ലാത്ത ഒരാൾ ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നതിലെ കാര്യം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. സി പി എമ്മിന് പങ്കുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം യാത്ര തങ്ങാൻ വേണ്ടി 2 ലക്ഷത്തോളം രൂപ അല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അറിയാത്തൊരു കാര്യം, ഞാൻ മുഖ്യമന്ത്രിയെക്കുറിച്ചും ആരോപണം ഉന്നയിക്കില്ല. എനിക്കറിയില്ല അത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിക്ക് വേണ്ടി 2.5 ലക്ഷം രൂപ അവിടെ മുടക്കിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അത് വാർത്തകൾ വരുന്നുണ്ട്, എനിക്കറിയില്ല. ഞാനിവിടെ പറഞ്ഞത് ആധികാരികമായിട്ടാണ്. അത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റത് വരട്ടെ, പുറത്തു വരട്ടെ. അല്ലാതെ എന്നെ പോലെ ഒരാൾ വിവരങ്ങളില്ലാതെ, എൻ്റെ കയ്യിലൊന്നുമില്ല, വിവരങ്ങളില്ലാതെ ഞാൻ പറയില്ല. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കില്ല. വിവരങ്ങളുണ്ട്, ഞാൻ പറയും, അടുത്ത ദിവസം പറയും. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട്. കാരണം മുഖ്യമന്ത്രി ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണ്ടേ? ഈ ആഗോള അയ്യപ്പ സംഗമം ആരുടെ ഐഡിയയാണ്, ആരുടെ ആശയമാണ്? അത് രാഷ്ട്രീയമായ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്താൻ പോയ ഒരു അഭ്യാസമാണ്. മനസ്സിലായില്ലേ? അന്നത്തെ ഹൈക്കോടതി കേൾപ്പിച്ചുതരാം. അന്നത്തെ ഹൈക്കോടതിയാണ് ഈ കാര്യത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടു കൂടിയാണ്. സ്വർണം കട്ടപ്പോൾ ഹൈക്കോടതി അറിഞ്ഞിട്ടില്ല, ദേവസ്വം മാനുവൽ പോലും ഇല്ല. മറ്റത് കൊടിമരം ശരിയാക്കാൻ വേണ്ടി പറഞ്ഞത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ്. ഹൈക്കോടതി എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ചു. അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യവും നടന്നത്. ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനെ അഭിനന്ദിച്ചു. ഹൈക്കോടതി അവിടെ നടന്ന കാര്യങ്ങളെയും, ദേവസ്വം ബെഞ്ചാണ് അന്നത്തെ, അവിടെ നടന്ന കാര്യങ്ങളെയും ഈ ഹൈക്കോടതി വച്ച അഡ്വക്കേറ്റ് കമ്മീഷനെയും അനുമോദിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ട് ഹൈക്കോടതിയുടെ, കൃത്യമായിട്ടുണ്ട്. ഉണ്ട്, ഇട്ടോട്ടെ. അല്ലെന്ന് അത് അന്ന് ചെയ്താണെന്ന്, അന്ന് ഹൈക്കോടതി നേരിട്ട് ചെയ്താണ്. അതെനിക്കറിയില്ല, അത് വരട്ടെ, അന്വേഷിക്കട്ടെ. സംശയം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന്. അതിനൊന്നും എന്താ കുഴപ്പം? അത് വരട്ടെ. ജയിലിലൊന്നും പോയിട്ടില്ലല്ലോ അവരാരും. ഞാൻ ചോദിക്കുന്നത്, മൂന്ന് ഉന്നതരായ CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടതിന്. അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് കോടികൾ കൈക്കലാക്കിയ 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കുക. അവർക്കെതിരെ ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് CPM. ഒരു അവകാശവാദവും വേണ്ട. രക്തസാക്ഷി ഫണ്ട് കട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്ത്, കളവ് ചൂണ്ടിക്കാണിച്ച ആളെ കട്ടവർ ജയിലിൽ കിടക്കുകയാണ്. അവർക്കെതിരായി ഒരു നടപടി എടുത്തില്ല. ഹൈക്കോടതിയാണ് പറഞ്ഞത്, മനോഹരമായ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റിട്ട് വ്യാജം ഒരെണ്ണം ചെമ്പിലുണ്ടാക്കിയിട്ട് അതുമ്പോൾ സ്വർണം പൂശി അവിടെ കൊണ്ട് വച്ചിരിക്കുക. അത്രയും വലിയ മോഷണമാണ് ശബരിമലയിൽ നടന്നത്. എന്നിട്ടും നിർത്തിയിട്ടില്ല. എന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതിൻ്റെ പേരിൽ അതിലടിച്ചു മാറ്റും. അപ്പിയന്മാർ എന്തുമാത്രം ചെയ്തു കാണും അവിടെ? അതിന് മറുപടി പറയണം. അല്ലാതെ കോടതിയാണ് കാരണം ഹൈക്കോടതിക്ക് ദേവസ്വം ഈ ശബരിമലയിലെ കാര്യത്തിൽ ഒരു നിയന്ത്രണമുണ്ട്, സെപ്പറേറ്റ് ബെഞ്ചുണ്ട്. അവർ പറഞ്ഞല്ലോ ക്രമക്കേടില്ലെന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ട് ഹൈക്കോടതി അന്വേഷിക്കണമെന്നല്ല പറഞ്ഞത്. അത് ആ വാർത്ത അങ്ങനെ വന്ന് ഹൈക്കോടതി അന്വേഷണത്തിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്. കോടതി തന്നെയാണ് ഉത്തരവിടുന്നത്. ചെയ്യുമായിരിക്കും, ചെയ്തു.